എല്ലാവർക്കും മല്ലൂഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എക്കോ, ബുദ്ധ, പൾട്ടി തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ദി ഗേൾ ഫ്രണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. രശ്മിക മന്ദാന നായിക സിനിമയാണ് ദി ഗേൾ ഫ്രണ്ട്. ഈ സിനിമ ഇന്ന് OTT റിലീസ് ചെയ്തിട്ടുണ്ട്. മലയാളം ഭാഷയിലെ സിനിമ വന്നിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സിലാണ് ദി ഗേൾ ഫ്രണ്ട് റിലീസായിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഡൈസ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. പ്രണവ് മോഹൻലാൽ നായകന സിനിമയാണ് ഡൈസ്. നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. സിനിമ തിയേറ്ററുകളിൽ ഹിറ്റാവുകയും ചെയ്തു. ഇപ്പോഴത്തെ ഇന്ന് ഡൈസ് OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ഹോട്ട്സ്റ്റാർ, മനോരമ മാക്സ് ഈ രണ്ട് OTT പ്ലാറ്റ്ഫോമിലുമാണ് ഡൈസ് എത്തിയിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു മലയാള സിനിമയാണ്. ഈ ചിത്രം ഇന്ന് സൈനാപ്ലൈയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. തിയേറ്ററുകളിൽ ഫ്ലോപ്പായ ഒരു സിനിമയാണിത്. അടുത്തൊരു അപ്ഡേറ്റ് ഫാർമ എന്ന സീരീസുമായി ബന്ധപ്പെട്ടതാണ്. നിവിൻ പോളി നായകനായ സീരീസാണ് ഫാർമ. ഹോട്ട്സ്റ്റാറിലാണ് സീരീസ് വരുന്നത്. ഒരുപാട് പേര് കാത്തിരിക്കുന്ന സീരീസാണ് ഫാർമ. ഇപ്പോഴത്തെ ഇന്ന് ഹോട്ട്സ്റ്റാറിൽ ഫാർമ സീരീസിൻ്റെ ട്രെയിലർ പുറത്തുവിടുകയാണ്. ക്രിസ്മസിനാണ് ഫാർമ സീരീസ് റിലീസാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് കുട്രം പുരിതവൻ എന്ന സീരീസുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സീരീസാണ്. പശുപതിയാണ് സീരീസിലെ നായകൻ. ഈ ഒരു സീരീസ് ഇപ്പോൾ മലയാളം ഭാഷയിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് സോണി ലീവിലാണ് കുട്രം പുരിതവൻ എന്ന സീരീസ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നാദിർ ഷാ സംവിധാനം ചെയ്ത സിനിമയാണ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമ. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് സിനിമ നേടിയത്. ഇപ്പോഴിതാ കുറേ കാലത്തിന് ശേഷം ഈ ഒരു സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. അർജുൻ അശോകൻ, ദേവകി സഞ്ജയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ആമസോൺ പ്രൈമാണ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ക്രിസ്മസിനായിരിക്കും വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമ OTT റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ദൂൽപ്പെട്ട പോലീസ് എന്ന സീരീസുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സീരീസാണ്. ഈ സീരീസ് ഇപ്പോൾ OTTയിൽ ഇന്ന് റിലീസായിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് പാതിരാത്രി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. സൗബിൻ, നവ്യ നായരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററുകളിൽ ഫ്ലോപ്പായ സിനിമയാണ് പാതിരാത്രി. ഇതുവരെ സിനിമയുടെ OTT റിലീസാക്കിയിട്ടില്ല. ഇപ്പോഴത്തെ മനോരമ മാക്സ് ആണ് പാതിരാത്രിയുടെ OTT അവകാശം വാങ്ങിച്ചിട്ടുള്ളത്. ഈ ഒരു പാതിരാത്രി എന്ന സിനിമ അടുത്ത വീക്കാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് സ്റ്റീഫൻ എന്ന സീരീസുമായി ബന്ധപ്പെട്ടതാണ്. നെറ്റ്ഫ്ലിക്സിൻ്റെ ഏറ്റവും വലിയ സീരീസാണ് സ്റ്റീഫൻ. ഇന്ന് മലയാളം ഭാഷയിൽ നെറ്റ്ഫ്ലിക്സിൽ സ്റ്റീഫൻ സീരീസ് റിലീസാക്കിയിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ഇന്നസെൻ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു ഫാമിലി മൂവിയായിരുന്നു ഇന്നസെൻ്റ്. പക്ഷേ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. അനാർക്കലി അൽത്താഫാണ് സിനിമയിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടതുകൊണ്ട് തന്നെ ഇപ്പോൾ OTT റിലീസിന് ഒരുങ്ങുകയാണ്. ഇന്നസെൻ്റ് സിനിമയുടെ OTT അവകാശം വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ ക്രിസ്മസിനായിരിക്കും OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ ഫ്ലോപ്പായാലും OTTയിൽ ഒരു വട്ടം കാണാനാണ് ആരാധകർ കാത്തിരിക്കുന്നത്. മമ്മൂട്ടിയുടെ സിനിമയായിട്ടും OTTയിൽ ബസൂക്ക വരുന്നില്ല. നേരത്തെ ചില റിപ്പോർട്ടുകൾ പ്രകാരം C5 ആയിരുന്നു OTT അവകാശം വാങ്ങിച്ചിട്ടുള്ളത്. പക്ഷേ ഇത്രയും കാലമായിട്ട് C5ഉം റിലീസാക്കിയിട്ടില്ല. ഇതിനർത്ഥം C5 വാങ്ങിച്ചിട്ടില്ലെന്ന് തന്നെയാണ്. പുതിയൊരു OTT പ്ലാറ്റ്ഫോം ബസൂക്കയുമായിട്ട് ഡീൽ നടത്തുന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഒരുപക്ഷെ ജിയോ ഹോട്ട്സ്റ്റാറിലായിരിക്കും ബസൂക്ക സിനിമ OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. ക്രിസ്മസിനായിരിക്കും ബസൂക്ക വരുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബൾട്ടി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ല അഭിപ്രായമാണ് ബൾട്ടി സിനിമ നേടിയെടുത്തത്. ഒരുപാട് സീനിയർ താരങ്ങൾ ബൾട്ടി സിനിമയ്ക്ക് പോസിറ്റീവ് പറഞ്ഞു. അത്രയ്ക്കും നല്ല ഒരു ആക്ഷൻ മൂവിയായിരുന്നു ബൾട്ടി. ഷൈനികം മികച്ച അഭിനയമാണ് ബൾട്ടി സിനിമയിൽ കാഴ്ചവെച്ചത്. തമിഴ്നാട്ടിലും ബൾട്ടി സിനിമ ഓടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ആമസോൺ പ്രൈമാണ് ബൾട്ടി സിനിമയുടെ OTT അവകാശം വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ ക്രിസ്മസിനെ OTT എത്തിക്കാനാണ് അവരുടെ പദ്ധതി. ഡിസംബർ 25-ന് ആമസോൺ പ്രൈമിലായിരിക്കും ബൾട്ടി സിനിമ റിലീസാക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് വിലായത് ബുദ്ധ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. പുഷ്പ സിനിമയുടെ ഒരു മോഡലിലാണ് വിലായത് ബുദ്ധ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ചന്ദനകടത്തിന്റെ കാര്യങ്ങളാണ് സിനിമ പറഞ്ഞു പോകുന്നത്. പൃഥ്വിരാജാണ് വിലായത് ബുദ്ധ സിനിമയിൽ നായകൻ. തിയേറ്ററുകളിൽ 3 മണിക്കൂർ സിനിമ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഒരുപാട് ലേഖ അനുഭവപ്പെട്ടു. ഈ ഒരു കാരണം കൊണ്ടാണ് വിലായത് ബുദ്ധ പരാജയപ്പെട്ടത്. ഇപ്പോഴത്തെ ആമസോൺ പ്രൈമിൽ അടുത്ത വീക്ക് വിലായത് ബുദ്ധ OTT റിലീസിന് ഒരുങ്ങുകയാണ്. അവസാനത്തെ ഒരു അപ്ഡേറ്റ് എക്കോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നിലവിൽ തിയേറ്ററുകളിൽ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് എക്കോ. സന്ദീപാണ് സിനിമയിലെ നായകൻ. നല്ലൊരു ത്രില്ലർ സിനിമയാണ് എക്കോ. ഒരുപാട് പേർക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഒരേ സ്വരത്തിൽ പോസിറ്റീവാണ് എക്കോ സിനിമയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മലയാളത്തിലെ സൂപ്പർ ഹിറ്റായ കിഷ്കിണ്ഡാണത്തിൻ്റെ ടീമാണ് എക്കോ സിനിമയും എടുത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ എക്കോ സിനിമയുടെ OTT ഹോട്ട്സ്റ്റാറാണ് വാങ്ങിച്ചിരിക്കുന്നത്.
ക്രിസ്മസിനായിരിക്കും എക്കോ സിനിമ OTT-യിൽ വരുന്നത്. ഇനിയും ഒരുപാട് സിനിമകൾ OTT റിലീസ് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTT-ക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.